ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കിച്ചു ജനിച്ചിട്ട് ഇന്നേക്ക് 40 ദിവസമായി കേട്ടോ. അപ്പോൾ അത് 40ൻ്റെ ചടങ്ങുകൾ ഇന്നാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് ഇന്ന് ഉള്ള സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ഇന്ന് വെള്ളച്ചോറും വെക്കുന്നുണ്ട്, അതിൻ്റെ കറികളും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി കേട്ടോ. ഇന്നലെ രാത്രി തന്നെ പച്ചക്കറികളൊക്കെ, കറിക്കുള്ള പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവിയലിനുള്ള കഷ്ണങ്ങൾ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, തോരന്, അതുപോലെ ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി ഞാൻ ചുരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഇന്ന് രാവിലെ തന്നെ നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണീച്ച പാടെ അമ്മ വെള്ളച്ചോറിൻ്റെ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അമ്മ ഇന്നലെ രാത്രി തന്നെ മാങ്ങ അതുപോലെ ചുമന്ന നാരങ്ങ അച്ചാറും കറി നാരങ്ങ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജോലി നമുക്ക് നേരത്തെ ഒതുങ്ങി കിട്ടി. ആദ്യമേ അമ്മ പരിപ്പ് കറിക്കുള്ള പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാട്ടോ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിനിടയ്ക്ക് ഞാൻ പോയിട്ട് ഇഞ്ചിക്കറിക്കുള്ള തേങ്ങയൊക്കെ ചിരവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ എന്നിട്ട് അതിങ്ങനെ വറുത്തെടുക്കുകയാണ്. അമ്മയാണെങ്കിൽ ഇഞ്ചിക്കറിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. അമ്മാൻ്റെ ഇഞ്ചിക്കറിക്ക് നല്ല ടേസ്റ്റാണ്. അങ്ങനെ അമ്മ ഇഞ്ചിക്കറിക്കുള്ള തേങ്ങയൊക്കെ വറുത്തെടുക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് പോയിട്ട് പെട്ടെന്നൊരു അവിയൽ സെറ്റ് ചെയ്യാം. അങ്ങനെ അവിയൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളച്ചോറൊക്കെ വേവാറായിട്ടുണ്ട്. തോരനായിട്ട് നമുക്കിന്ന് ക്യാബേജാണ് കേട്ടോ. അപ്പോൾ ക്യാബേജ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവിയൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും മാമി ബിരിയാണിക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മോരുകറി കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും ഞാൻ വെള്ളച്ചോറിനുള്ള ഇറച്ചിക്കറി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ബാക്കി കാര്യങ്ങൾ കൂടെ നോക്കാം. അങ്ങനെ മാമി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, കൊച്ചുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, തക്കാളി ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി നമുക്ക് എണ്ണയിലിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. സുറുമിയുടെ അത്തയാണ് നമുക്കിന്ന് ബിരിയാണി സെറ്റ് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സുറുമിൻ്റെ അത്ത ജോലിയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് കണ്ടോ. സവാള വറുക്കുന്നുണ്ട്, ബിരിയാണിക്കുള്ള സവാള, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതൊക്കെ ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. ബിരിയാണി വേവിക്കാനുള്ള വെള്ളം സുറുമിയുടെ അത്ത അടുപ്പിൽ വെച്ചിട്ടുണ്ട് കണ്ടോ. ഗേസ് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറി കണ്ടോ, നല്ല പോലെ പാകമായിട്ട് വന്നിട്ടുണ്ട്. നല്ല പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഞങ്ങൾ എന്തൊക്കെ തയ്യാറാക്കിയെന്ന് കണ്ടു നോക്കിയാലോ. അങ്ങനെ ഉച്ചക്ക് കഴിക്കാനുള്ള വെള്ളച്ചോറ് റെഡിയായി. പിന്നെ നല്ല അടിപൊളി ഇറച്ചിക്കറി റെഡിയായിട്ടുണ്ട്. അവിയൽ, തോരൻ, പരിപ്പ് കറി, മോര് കറി, അച്ചാർ, ചുമന്ന നാരങ്ങ അച്ചാർ, കറി നാരങ്ങ, മാങ്ങച്ചാർ. അങ്ങനെ ബിരിയാണിക്കുള്ള റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇന്നാണെങ്കിൽ എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്, ഒത്തിരി ജോലികൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്ന് ഒത്തിരി ജോലികൾ നമ്മൾ ചെയ്ത് തീർക്കാണ്ടല്ലോ. അപ്പോൾ ആരൊന്നും വെറുതെ ഇരുന്നില്ല, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഓരോരോ ജോലികൾ കേട്ടോ. ഇനി നമുക്ക് പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കാം. എന്തായാലും 2 ദിവസമായിട്ട് ഇപ്പോൾ മഴയല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് വെളിയിലൊക്കെ നമുക്ക് പാചകം ചെയ്യാൻ പറ്റി. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് വെളിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞു. ഇനി അധികം ജോലികളൊന്നുമില്ല. ഇനി കുറച്ച് തൂത്ത് വാരാനുണ്ട്, കുറച്ച് പാത്രം കഴുകാനുണ്ട്, അതുപോലെ പാചകമൊക്കെ തുടച്ചെടുക്കണം, അങ്ങനെ കുളിക്കണം, അങ്ങനെ കുറച്ച് ജോലികളേ ഉള്ളൂ. പിന്നെ ബിരിയാണി സെറ്റ് ചെയ്യണം, അത് സുറുമിയുടെ അത്ത ചെയ്യും. എൻ്റെയും അമ്മയുടെയും മാമീൻ്റെയും ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, കുളിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ബിരിയാണി സെറ്റ് ചെയ്യാനായി കേട്ടോ. അങ്ങനെ മസാലയ്ക്ക് ഒരു ലെയർ ഇട്ട് കൊടുത്തു. അതിനുശേഷം റൈസ് വേവിച്ച് എടുത്തിട്ടുള്ള റൈസ് ഇട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി, അതുപോലെ പൈനാപ്പിള്, മല്ലിയില, പുതിനയില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സുറുമിയുടെ അത്ത വെക്കുന്ന ബിരിയാണിനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേട്ടോ. അത്ര ടേസ്റ്റ് ആവും കേട്ടോ, അടിപൊളി ബിരിയാണി ആയിരിക്കും. അങ്ങനെ അവസാനമായിട്ട് എസൻസുകളൊക്കെ ഒഴിക്കുകയാണ്. ഇനി നമുക്ക് അടപ്പുകൊണ്ട് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് കനലിട്ട് കൊടുക്കാം. അങ്ങനെ കനലൊക്കെ ഇട്ട് കൊടുത്ത് അതിനുശേഷം സുറുമി കുഞ്ഞിനെ ഒരുക്കി കൊടുക്കുകയാണ് കേട്ടോ. കുഞ്ഞിൻ്റെ 40-നുള്ള ഡ്രസ്സാണിത് കേട്ടോ. നേരത്തെ തന്നെ കുഞ്ഞ് കുളിച്ചൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി ഡ്രസ്സ് കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ കുഞ്ഞിന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഞങ്ങളെല്ലാവരും സിറ്റ് ഔട്ടിലോട്ട് ഇങ്ങനെ പോയി കേട്ടോ. അപ്പോഴാണെങ്കിൽ മാമി, മോസിന്, ഇക്ക, അതേപോലെ സുറുമിയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു.
പിന്നെ മിന്നു സുറുമിയുടെ അത്ത, സുറുമിയുടെ അമ്മച്ചി അവരൊക്കെ ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സുറുമിയുടെ അത്ത ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ കോരി മാറ്റുകയാണ്. ഇനി നമുക്ക് കുഞ്ഞിനുള്ള സ്വർണ്ണങ്ങൾ കെട്ടിക്കൊടുക്കാം കേട്ടോ. അങ്ങനെ സുറുമീൻ്റെ അത്ത കുഞ്ഞിന് സ്വർണം കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മോഹസിന് കുഞ്ഞിന് കാൽത്തള ഇട്ടെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും സ്വർണ്ണമൊക്കെ കെട്ടി. പിന്നെ ചിലതൊന്നും ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് എല്ലാവർക്കും ചോറ് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ചോറ് വിളമ്പുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സപ്പോർട്ട്